മാലിന്യമുക്ത നവകേരളം മലപ്പുറം ജില്ലാതല പ്രഖ്യാപനം നടന്നു. കോട്ടക്കുന്ന് DTPC ഹാളിൽ നടന്ന ചടങ്ങ് പി ഉബൈദുള്ള MLA ഉദ്ഘാടനം ചെയ്തു. മാലിന്യത്തെ തുടച്ചു നീക്കാൻ ഇനിയും ജനകീയ പങ്കാളിത്തം ആവശ്യമാണെന്ന് പി ഉബൈദുള്ള MLA പറഞ്ഞു. സാക്ഷരതയിലും അക്ഷയയിലും കുടുംബശ്രീയിലും ജില്ല മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട്. മാലിന്യമുക്ത കേരളത്തിനു വേണ്ടിയും ഈ മാതൃക നാം പിന്തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ ഗംഭീരമായി ജനകീയ പങ്കാളിത്തത്തോടുകൂടി നടന്നു വരികയും മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ നേതൃപരമായ പങ്ക് വഹിച്ചത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എപ്പോഴും വലിയ തലവേദനയായി നിൽക്കുന്നതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. നമ്മുടെ സംസ്ഥാനത്ത് പലയിടങ്ങളിൽ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിനെതിരായി വലിയ ജനകീയ പ്രക്ഷോഭം പലപ്പോഴായി രൂപപ്പെട്ടു വരാറുണ്ട്. എല്ലാവർക്കും മാലിന്യം സംസ്കരിക്കണം എന്നുണ്ട്. എന്നാൽ സംസ്കരണ പ്ലാന്റ് നമ്മുടെ ഭാഗത്ത് വേണ്ട എന്നതാണ് എല്ലാവരുടെയും നിലപാട്. അതുകൊണ്ടാണ് അതിനെതിരായി വലിയ രീതിയിൽ ജനകീയ പ്രക്ഷോഭങ്ങൾ പലപ്പോഴും ഉയർന്നു വരുന്നത്. അതിനൊക്കെ മറികടന്നാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രത്യേക താല്പര്യമെടുത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കാനും മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോയി. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കേരളത്തിലെ മറ്റു ജില്ലകൾ മാലിന്യമുക്ത ജില്ലകളായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആദ്യത്തെ മാലിന്യമുക്ത ജില്ലയായി മലപ്പുറത്തെ പ്രഖ്യാപിക്കാൻ നമുക്ക് സാധ്യമായത് ഈ ജില്ലയിലെ ജനപ്രതിനിധികളും ജനങ്ങളും ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ്. ടൗണുകൾ, മാർക്കറ്റ്, പൊതുയിടങ്ങൾ, അയൽക്കൂട്ടം, വിദ്യാലയം, കലാലയങ്ങൾ, ഓഫീസുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയാണ് ഹരിത ഇടങ്ങളായി പ്രഖ്യാപിച്ചത്. മാലിന്യ സംസ്കരണ മേഖലയിൽ മികവ് പുലർത്തിയ പഞ്ചായത്ത്, നഗരസഭ, ബ്ലോക്ക്, സ്ഥാപനം, CDS എന്നിവയെ ചടങ്ങിൽ അനുമോദിച്ചു. അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA അധ്യക്ഷനായി. ജില്ലാ കളക്ടർ VR വിനോദ് മുഖ്യപ്രഭാഷണവും നടത്തി. തീർച്ചയായിട്ടും നമ്മളെല്ലാം അഭിമുഖീകരിക്കുന്ന പ്രശ്നം നോട്ട് ഇൻ മൈ ബാക്ക് യാർഡ് എന്ന സിൻഡ്രോം നമുക്കെല്ലാവർക്കും അറിയാം. ആ പ്രശ്നം നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്നുണ്ട്. അത് മറികടക്കുക എന്നുള്ളത് അത്ര എളുപ്പം ഉള്ളതല്ല. പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് ഈ സംവിധാനങ്ങളുമായിട്ട് മുമ്പോട്ട് പോയേ പറ്റൂ. ഒരുപക്ഷെ ജനങ്ങളുടെ മുമ്പിലുള്ള ചില എക്സാമ്പിൾസ്, തെറ്റായ ചില എക്സാമ്പിൾസ്, വളരെ കാലം മുമ്പുണ്ടായ എക്സാമ്പിൾസ് കൊണ്ടായിരിക്കണം ഇത്രയധികം എതിർപ്പ് നമ്മൾക്ക് വരുന്നത്. അത് നമ്മൾ മോഡലായിട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഈ എതിർപ്പ് താരതമ്യേന കുറഞ്ഞു വരാനും നമുക്ക് സാധിക്കും. മലപ്പുറം നഗരസഭ ചെയർമാൻ മുജീബ് കാടേരി, പൊന്നാനി നഗരസഭ ചെയർമാൻ ശിവദാസൻ ആറ്റുപുറം, തിരൂരങ്ങാടി നഗരസഭ ചെയർമാൻ KP മുഹമ്മദ് കുട്ടി, കലാം, P സൈതലവി, G വരുൺ, പ്രീതി മേനോൻ, ലതിക തുടങ്ങിയവർ സംസാരിച്ചു. VK മുരളി സ്വാഗതവും PB ഷാജു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.